കുന്തേരയുടെ നോവലുകളെ ഉത്തരാധുനിക നോവൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ ലേബൽ കുന്തേരയ്ക്ക് ഇഷ്ടമല്ല. സാധാരണ രീതിയിലുള്ള നാടകീയ മുഹൂർത്തങ്ങളുള്ള, വൈകാരിക വിസ്ഫോടനങ്ങളുള്ള, നേർരേഖയിലൂടെ പോകുന്ന യഥാർത്ഥമായിട്ടുള്ള നോവലുകൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല എന്നതാണ് സത്യം. ഭൂതകാലത്തെ തിരുത്തി എഴുതാതിരിക്കുവാൻ ഒരു ജനത നടത്തുന്ന പരിശ്രമങ്ങൾ, അവരുടെ ജീവിതാവസ്ഥ, ഇതൊക്കെ ആണ് കുന്തേര അവതരിപ്പിക്കുന്നത്. കുന്തേരയുടെ നോവലുകളെ ഉത്തരാധുനിക നോവൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ ലേബൽ കുന്തേരയ്ക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് ഒരു ലേബലും ഇഷ്ടമല്ല. എന്നിരുന്നാലും നിഴലുകളെയും ബിംബങ്ങളെയും പുൽകുന്ന ഉപഭോഗ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്ന ഉത്തരാധുനികത എന്ന സംസ്കാരം അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് കാണാവുന്നതാണ്. ഉത്തരാധുനിക നോവലിൻ്റെ സവിശേഷതകൾ കുന്തേരയിൽ പല നോവലുകളിലും ഉണ്ട്. എല്ലാ നോവലുകളിലും ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. ഒരർത്ഥത്തിൽ സാധാരണ രീതിയിലുള്ള നാടകീയ മുഹൂർത്തങ്ങളുള്ള, വൈകാരിക വിസ്ഫോടനങ്ങളുള്ള, നേർരേഖയിലൂടെ പോകുന്ന യഥാർത്ഥമായിട്ടുള്ള നോവലുകൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല എന്നതാണ് സത്യം. ക്രമാനുഗതമായി വികാസം പ്രാപിക്കുന്ന, മനഃശാസ്ത്രപരമായി വികാസം പ്രാപിക്കുന്ന കഥാപാത്രങ്ങളുള്ള നോവലുകൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടതല്ല. തൻ്റെ നോവലുകളുടെ പ്രമേയം പോലും നിർവചനാതീതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോവലിസ്റ്റിന് എന്തും വിഷയമാകാം എന്ന് അദ്ദേഹം പറയുന്നത്. 7 ഭാഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പല നോവലുകൾക്കുള്ളത്. സംഗീതത്തിൻ്റെ ആവിഷ്കാര സാധ്യതകളൊക്കെ അറിയാവുന്ന കുന്തേര ഒരു സംഗീത ശില്പം പോലെയാണ് തൻ്റെ നോവലിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൽ നിരവധി ആഖ്യാനങ്ങളുണ്ട്, നിരവധി വീക്ഷണ സ്ഥാനങ്ങളുണ്ട്. ചിരിയുടെയും മറവിയുടെയും പുസ്തകം, ബുക്ക് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫർഗെറ്റിംഗ്, 1975 കുന്തേര ഫ്രാൻസിലെത്തിയതിന് ശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഭൗതികമായി തനിക്ക് നഷ്ടപ്പെട്ട ചെക്കോസ്ലോവാക്യ ആത്മീയമായി കൂടി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പറന്നു പോകുന്ന, മാഞ്ഞു പോകുന്ന ഓർമ്മകളെ തിരികെ പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കുന്തേരയെ നമുക്ക് ഈ നോവലിൽ കാണാം. ചിരിയുടെയും മറവിയുടെയും പുസ്തകം. പക്ഷേ ചിരിയേക്കാൾ കൂടുതൽ ഓർമ്മകൾക്കും മറവിക്കുമാണ് കുന്തേര ഈ നോവലിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ചിരിയുടെയും മറവിയുടെയും സൈദ്ധാന്തികപരമായ വ്യാഖ്യാനങ്ങൾ നോവലിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ചിരി ഭൂതകാലവും ഓർമ്മകളും നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ലാഘവത്തിൽ നിന്നും ഉണ്ടാകുന്നത് ആണ്. ഗൗരവമുള്ളതിനെ പരിഹസിക്കുമ്പോഴാണ് ചിരി ഉണ്ടാകുന്നത്. ഓർമ്മകളെ ഇല്ലാതാക്കുവാൻ, ഓർമ്മകളെ പിഴുതെറിയുവാൻ, ഭൂതകാലത്തെ മായ്ച്ചു കളയുവാൻ സമഗ്രാധിപത്യം നടത്തുന്ന ശ്രമങ്ങളെ, അവരാവിഷ്കരിക്കുന്ന തന്ത്രങ്ങളെ നോവലിസ്റ്റ് ഈ നോവലിലൂടെ പരിചയപ്പെടുത്തുന്നു. ഓർവെലിൻ്റെ പേടി സ്വപ്നമായിരുന്ന സമഗ്രാധിപത്യ ഭരണകൂടത്തിൻ്റെ, സമഗ്രാധിപത്യ സംസ്കാരത്തിൻ്റെ പീഡനതന്ത്രങ്ങളിൽ നിന്നും വളരെ ദൂരം പോയിരിക്കുന്നു കുന്തേരയുടെ കാലത്തെ സമഗ്രാധിപത്യത്തിൻ്റെ രീതികൾ. തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ജനതയെ ഓർത്താൽ മതി, ബാക്കിയുള്ളതെല്ലാം അവരുടെ ബോധമണ്ഡലത്തിൽ നിന്നും, അവരുടെ ബോധതലത്തിൽ നിന്നും മായ്ച്ചു കളയുവാനുള്ള തന്ത്രങ്ങൾ, മസ്തിഷ്ക പ്രക്ഷാളനം പോലെ ഒരുമാതിരി ലോബോട്ടമൈസ് ചെയ്യുന്ന രീതി അവർ പ്രയോഗിച്ചിരുന്നു. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ ജനമനസ്സിനെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളത്തക്ക രീതിയിൽ, അതിനെ സ്വീകരിക്കത്തക്ക രീതിയിൽ തയ്യാറാക്കുക എന്നതായിരുന്നു റഷ്യൻ ഭരണകൂടത്തിൻ്റെ, അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന, അവരുടെ പ്രതിനിധി ഭരിക്കുന്ന ചെക്ക് ഭരണകൂടത്തിൻ്റെ ഉദ്ദേശം, അവരുടെ തന്ത്രം അതായിരുന്നു. പണ്ട് സ്റ്റാലിൻ നോവലിസ്റ്റുകളെ
വിശേഷിപ്പിക്കുമായിരുന്നു. നോവലിസ്റ്റുകൾ എഞ്ചിനീയർ ഓഫ് ദ ഹ്യൂമൻ സോൾസ് എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഒരു നോവലിസ്റ്റ് മനുഷ്യ ആത്മാവിനെ രൂപപ്പെടുത്തുന്ന എഞ്ചിനീയറാണ്. മനുഷ്യ ആത്മാവിൻ്റെ എഞ്ചിനീയേഴ്സ്. പുതിയ പ്രത്യയശാസ്ത്രത്തെ, പുതിയ വിശ്വാസത്തെ, മാർക്സിസം എന്ന കമ്മ്യൂണിസം എന്ന പുതിയ വിശ്വാസത്തെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ, അതിനെ നെഞ്ചോട് ചേർക്കത്തക്ക രീതിയിൽ, അതിനെ അവിശ്വസിക്കാതിരിക്കത്തക്ക രീതിയിൽ മനുഷ്യൻ്റെ ആത്മാവിനെ എങ്ങനെ പുതുക്കിപ്പണിയാം എന്നുള്ളതായിരിക്കണം ഒരു നോവലിസ്റ്റിൻ്റെ താല്പര്യം. അതിനുവേണ്ടി ശ്രമിക്കുന്ന എഞ്ചിനീയറാണ് നോവലിസ്റ്റ്. അങ്ങനെ ഒരു നോവലുണ്ട്, ജോസഫ് സ്കോറക്കി എന്ന ചെക്ക് കനേഡിയൻ നോവലിസ്റ്റ് എഴുതിയ ഒരു നോവലിൻ്റെ ടൈറ്റിൽ ദി എഞ്ചിനീയർ ഓഫ് ഹ്യൂമൻ സോൾസ് എന്നാണ്. കാനഡയിലെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടുള്ള അദ്ദേഹം 2012 മരിക്കുന്നത്. 1985 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ തൻ്റെ ജന്മനാടായിരുന്ന ചെക്കസ്ലോവാക്യയിൽ സമഗ്രാധിപത്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പീഡന തന്ത്രങ്ങളെക്കുറിച്ച്, അവരുടെ പല രീതിയിലുള്ള നിഷ്ഠുരമായിട്ടുള്ള പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെ സംസ്കാരത്തെ തുടച്ചു മാറ്റാനും പുതിയ സംസ്കാരത്തെ പണിയാനും നിർമ്മിക്കുവാനും സമഗ്രാധിപത്യ ഭരണകൂടം ശ്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. അപ്പോൾ ചിരിയുടെയും മറവിയുടെയും പുസ്തകം എന്ന നോവലിൽ കുന്തേര ചെക്ക് സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ വേദനകളെക്കുറിച്ച്, അവരുടെ നൊമ്പരങ്ങളെക്കുറിച്ച്, അവരുടെ പൊലിഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ച്, അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ. അവർക്ക് പർദീസ നൽകാവുന്ന ഒരു ഭരണകൂടം വാഗ്ദാനം ചെയ്തിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ അവർക്കുണ്ടായ നിരാശ, അവരുടെ പ്രതിഷേധം, അവരുടെ ദുർബലമായ ചെറുത്തുനിൽപ്പുകൾ, അവരുടെ മനസ്സിൽ നിന്ന് ഓർമ്മകളെ പിഴുതെറിയുന്നതിനുള്ള ഭരണകൂടത്തിന് തന്ത്രങ്ങൾ, അതിനെതിരെ പ്രതീക്ഷിക്കുന്ന ചിലർ, അതിലൂടെ നിസ്സംഗത പുലർത്തുന്ന മറ്റ് ചിലർ. ഇതിലൂടെയൊക്കെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നു. മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. 7 ഭാഗങ്ങളാണ് ഈ നോവലിലുള്ളത്. ആദ്യത്തെ ഭാഗത്ത് നഷ്ടപ്പെട്ട കത്തുകൾ എന്നുള്ള ഭാഗമുണ്ട്. അവിടെ ഗോട്ട്വാൾഡ് അതുപോലെ ക്ലെമന്റിസ് എന്ന 2 രാഷ്ട്രീയ നേതാക്കളെ നാം കാണുന്നു. അവരൊരു പഴയ കൊട്ടാരത്തിൻ്റെ മുകളത്തെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഈ 2 രാഷ്ട്രീയ നേതാക്കൾ. കഥയിൽ പറയുന്നുണ്ട്, കാഫ്ക പഠിച്ച വിദ്യാലയത്തിനടുത്തായിരുന്നു ഈ കൊട്ടാരം. തൻ്റെ നോവലിൽ ഒരു പാഠാന്തരത, ഇൻ്റർടെക്സ്റ്റുവാലിറ്റി കൊണ്ടുവരാൻ കുന്തേര പലപ്പോഴും ശ്രമിക്കാറുണ്ട്. നോവലുകളിൽ മറ്റ് പല നോവലുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, മറ്റ് നോവലുകളിലെ കഥാപാത്രങ്ങളുണ്ട്, ചരിത്ര പുരുഷന്മാരുണ്ട്. കാലസങ്കല്പങ്ങളൊക്കെ പൊളിച്ച് എഴുതിക്കൊണ്ടാണ് കുന്തേര പലപ്പോഴും തൻ്റെ നോവലുകൾ രചിക്കുന്നത്. അവിടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഇതിൽ ക്ലെമന്റിസ് തൻ്റെ തലയിലിരുന്ന തൊപ്പി, മഞ്ഞ് പെയ്യുന്ന രാത്രിയായിരുന്നു, ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തൻ്റെ തലയിലിരുന്ന കമ്പിളിത്തൊപ്പി ഗോട്ട്വാളിൻ്റെ തലയിൽ വയ്ക്കുന്നു. ഏതാനും നാളുകൾ കഴിയുമ്പോൾ ക്ലെമന്റിസ് അനഭിമതനായി മാറുന്നു. പാർട്ടിക്ക് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള സകല സൂചനകളും മായ്ക്കപ്പെടുന്നു. ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു സൂചന ഗോട്ട്വാളിൻ്റെ തലയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തൊപ്പിയാണ്. അത് മായ്ക്കാൻ പറ്റുന്നില്ല. ഗോട്ട്വാളിൻ്റെ തലയുടെ മുകളിൽ ആണ് ആ തൊപ്പിയിരിക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ, തങ്ങൾക്ക് അനുഭവമായിട്ടുള്ള, തങ്ങൾക്ക് അസ്വീകാര്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരെ നിർദാക്ഷിണ്യം അവരെ ശിക്ഷിക്കുന്ന നടപടി ഭരണകൂടത്തിനുണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ്. ഈ അധ്യായത്തിൽ തന്നെ, നഷ്ടപ്പെട്ട കത്തുകൾ എന്ന അധ്യായത്തിൽ, മിറേക്ക് എന്നൊരു കഥാപാത്രം പ്രാഗിലേക്ക് യാത്ര ചെയ്യുകയാണ്. തൻ്റെ പഴയ കാമുകിയായിരുന്ന സ്ഡെന, ഒട്ടും സുന്ദരിയല്ലാത്ത ഒരു പെൺകുട്ടി, അവൾക്ക് പണ്ട് താൻ അയച്ച പ്രേമലേഖനങ്ങൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടി, കാരണം അത് തൻ്റെ ഭൂതകാലം തന്നെ നോക്കി പല്ലിളിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നു. ഇന്ന് അയാൾ പാർട്ടിക്ക് അനഭിമതനാണ്, ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം.
അപ്പോൾ തനിക്ക് ഇങ്ങനൊരു ഭൂതകാലമുണ്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി കത്തുകൾ തിരിച്ചെടുക്കാൻ വേണ്ടി അയാൾ പ്രാഗിലേക്ക് പോകുന്നു. തിരികെ വരുമ്പോഴേക്കും അയാളുടെ വീട്ടിൽ രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. അയാളുടെ രേഖകളൊക്കെ കണ്ടെത്തുന്നു. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അടുത്തൊരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു ത്രികോണ പ്രേമമാണ്. അമ്മ എന്ന ഒരു അധ്യായമുണ്ട്. അവിടെ കാരലിൻ്റെ ഭാര്യ മാർക്കറ്റ, കാരലിൻ്റെ സുഹൃത്ത് ഇവ, കാരലിൻ്റെ അമ്മ. അപ്പോൾ കാരലും ഭാര്യ മാർക്കറ്റയും സുഹൃത്ത് ഇവയുമായിട്ടുള്ള ത്രികോണ പ്രണയം, ലൈംഗിക വീഴ്ച അവിടെ നടക്കുന്നു. അപ്പോൾ ലൈംഗിക രാജത്വത്തിൻ്റെ ചില ബിംബങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. രാഷ്ട്രീയ ജീർണതയുടെയും രാഷ്ട്രീയ അപജയത്തിൻ്റെയും സൂചകങ്ങളായിട്ട് കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ് അവിടെയുള്ളത്. മറ്റൊരു അധ്യായം മാലാഖമാർ, ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. അവിടെ മിഷേൽ എന്നും ഗബ്രിയേൽ എന്നും രണ്ട് അമേരിക്കൻ പെൺകുട്ടികൾ ഫ്രാൻസിലെ ഒരു അക്കാഡമിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അയനോസ്കയുടെ റൈനോസിറോസ് എന്ന അപ്സെറ്റ് ഡ്രാമ, ആ നാടകത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വന്ന പെൺകുട്ടികളാണ്. അയനസ്കോ 20-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായിട്ടുള്ള നാടകകൃത്താണ്. ബെക്കറ്റിനെ പോലെ അസംബന്ധ നാടകങ്ങൾ രചിച്ച് പ്രസിദ്ധനായ നാടകകൃത്തനായിരുന്നു അയനസ്കോ. ഈ റൈനോസറസ് എന്നുള്ള നാടകത്തെക്കുറിച്ച് ഈ പെൺകുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരെന്തൊക്കെയോ റിപ്പോർട്ട് എഴുതി വയ്ക്കുന്നു. കുന്തേര തൻ്റെ കഥാപാത്രമായിട്ട് ആ രംഗത്ത് ആ അധ്യായത്തിൽ വരുന്നുണ്ട്. കുന്തേര നേരിട്ട്, പരോക്ഷമായിട്ടല്ലാതെ നേരിട്ട് തൻ്റെ കഥാപാത്രമാകുന്ന നിരവധി നോവലുകളിലൊന്നാണ് ചെരുവിയുടെയും മറവിയുടെയും പുസ്തകം. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രാഗ് വാസകാലത്ത്, അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടി സഹായിക്കുന്നു. അതിൻ്റെ പേരിൽ അവരുടെ ജോലി നഷ്ടപ്പെടുന്നു. കുന്തേര അവരോട് അതിന് നന്ദി പ്രകടിപ്പിച്ചത് അവരെ ബലാത്സംഗം ചെയ്തുകൊണ്ടാണ്. അതിന് കാരണം പറയുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ നിയന്ത്രണം കാണിക്കുവാൻ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അല്പമെങ്കിലും നിയന്ത്രണമുണ്ട് എന്ന് കാണിക്കാൻ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എത്ര ക്രൂരമായ രീതിയിലുള്ള പ്രതികരണമായിരുന്നു എന്ന് നോക്കുക. അടുത്ത അധ്യായത്തിൽ ലിറ്റോസ്റ്റ് എന്നൊരു അധ്യായമാണ്. ലിറ്റോസ്റ്റ് ചെക്ക് പദമാണ്. പരിഭാഷപ്പെടുത്താൻ ഏറെ വിഷമമുള്ള ഒരു പദമാണ് ലിറ്റോസ്റ്റ്. അത് വേദനിക്കുക, പശ്ചാത്തപിക്കുക, സഹതപിക്കുക തുടങ്ങിയ സ്വന്തം ദുഃഖങ്ങളിൽ ഒരാൾക്ക് തോന്നുന്ന ആത്മപീഡനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ലിറ്റോസ്റ്റ്. അതിൽ ഒരു സാഹിത്യവും തത്വശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ബുച്ചറുടെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധമുണ്ടാകുന്നു. അയാളുടെ അധ്യാപകൻ വോൾട്ടയറാണ്. ഇവിടെ കാലസങ്കല്പങ്ങളൊക്കെ തകർത്തിരിക്കുകയാണ്. വോൾട്ടയർ അയാളുടെ പറയുന്നു, പ്രശസ്തരായിട്ടുള്ള കവികളുടെ ഒരു കൂട്ടായ്മയുണ്ട്, അവരുടെ ഒരു ചർച്ച നടക്കുന്നു, താങ്കൾ അത് കേൾക്കണം എന്ന്. ലെറ്റ്മോൺടോവ്, അതുപോലെ പെട്രാർക്ക്, ബൊക്കേഷ്യോ, ഇവരൊക്കെ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. അവരെല്ലാവരും കൂടെ ഒരിടത്ത് കൂടുകയാണ്. സിനിമാറ്റിക് ആയിട്ടുള്ള പല സങ്കേതങ്ങളും കുന്തേര ഉപയോഗിക്കുന്നുണ്ട്. ഇനിയൊരു അധ്യായത്തിൽ തമീനയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. തമീനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ നായിക എൻ്റേതാണ്, ഞാൻ അവളുടേതും. പണ്ട് സെർവാൻറ്റീസ് പറഞ്ഞതുപോലെയാണ്, ഡോൺ ക്വിക്സോട്ട് എൻ്റേതാണ്, ഞാൻ അയാളുടേതും. അതിനെ ഒരു സമാന്തരത പോലെ കുന്തേര തമീനെ എന്ന നായികയെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത്, തമീന എൻ്റേതും ഞാൻ അവളുടേതും ആണ് എന്നാണ്. അപ്പം തമീന തൻ്റെ നഷ്ടപ്പെട്ട കത്തുകൾ, ഭർത്താവും താനുമായി ചെലവഴിച്ച ബൊഹീമിയൻ രാത്രികളുടെ ഓർമ്മയ്ക്കായി ആ കത്തുകൾ വീണ്ടെടുക്കാൻ വേണ്ടി പാടുപെടുന്നു. ഭൂതകാലത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, അങ്ങനെ മറവിയെ ഇല്ലാതാക്കാൻ വേണ്ടി, ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു ജനത മുഴുവൻ നടത്തുന്ന ആ ഒരു പരിശ്രമത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ തമീനയുടെ വ്യക്തിപരമായിട്ടുള്ള പരിശ്രമം. തനിക്ക് നഷ്ടപ്പെട്ട കത്തുകൾ, താൻ വീണ്ടെടുക്കാൻ തനിക്ക് കഴിയാതെ പോയ കത്തുകൾ, പ്രാഗിലാണ് കത്തുകൾ. തമീന ഇപ്പോൾ ഫ്രാൻസിലാണ്. തമീന ഒരു പ്രവാസിയായി മാറി, നാട് കടത്തപ്പെട്ടവളാണ്. അവർ വിധവയാണ്, ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് ഒന്നിച്ചുള്ള ആ നല്ല ദിവസങ്ങളെ ഓർക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടയാളമായിട്ടുള്ള ഈ കത്തുകൾ
കിട്ടാനായി അവൾ ശ്രമിക്കുന്നു. അതിനായി ഹ്യൂഗോ എന്ന ഒരാൾക്ക് അയാൾ കീഴടങ്ങുകയാണ് അയാളുടെ സഹായത്തിന് വേണ്ടി. അയാളുമായിട്ട് രമിക്കുമ്പോഴും അവളുടെ ഓർമ്മ മുഴുവൻ തൻ്റെ ഭർത്താവുമായിട്ട് സഞ്ചരിച്ചിരുന്ന നാടുകളെക്കുറിച്ചും ഒക്കെയായിരുന്നു. പക്ഷെ അയാളുടെ സഹായം കിട്ടുന്നില്ല, അവൾക്ക് കത്തുകൾ കിട്ടുന്നുമില്ല. അടുത്തൊരു അധ്യായത്തിൽ തമീന റാഫേൽ എന്നുള്ള ഒരാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുട്ടികൾ മാത്രം അധിവസിക്കുന്ന ഒരു ദ്വീപിലേക്ക് പോകുന്നു. അവൾ തുഴഞ്ഞു പോവുകയാണ് അവിടേക്ക്. അവിടെ ചെന്ന് ആ ദ്വീപിൽ നിവാസികളായിട്ടുള്ള ശിശുക്കൾ മാത്രം ജീവിക്കുന്നൊരു സ്ഥലം, അവരുടെ നിയമത്തിന് വിധേയയായി, അവരുടെ ചേഷ്ടകൾക്കും കുസൃതികൾക്കും വിധേയമായിട്ട് അതൊക്കെ സഹിച്ചുകൊണ്ട് അവൾ ആ ദ്വീപിൽ പോകുന്നു. അത് പ്രതീകാത്മകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രതീസയെ അവതരിപ്പിക്കുകയാണ് കുന്ദേര. ശിശുക്കളുടെ ആ ദ്വീപ് കമ്മ്യൂണിസ്റ്റ് പ്രതീസയാണ്. അപ്പോൾ ശൈശവത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് കമ്മ്യൂണിസ്റ്റ് പ്രതീസ തരുന്നത് എന്ന സൂചനയാണ് അവിടെ ഉള്ളത്. തമീന അവിടെ അവിടുത്തെ നിയമത്തിന് കീഴടങ്ങുന്നു. ഒരു കാർണിവലസ്ക് ബിംബം, കാർണിവലസ്ക് സാഹചര്യം അവിടെ കുന്ദേര കൊണ്ടുവരുന്നു. കാരണം ഒരു ഉത്സവാന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അവിടെ സാധാരണ നിയമങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്നു, അട്ടിമറിക്കപ്പെടുന്നു. അവിടെ ധർമ്മവും നീതിയും ഒന്നുമില്ല. കുട്ടികൾ തമീനെ ബലാത്സംഗം ചെയ്യുന്നു. അവൾ രക്ഷപ്പെടുകയാണ് ആ ദ്വീപിൽ നിന്നും. അടുത്ത 7-ാമത്തെ അധ്യായത്തിൽ അതിർത്തി, ബോർഡർ എന്ന അധ്യായത്തിൽ യാനും എഡ്വിജും അവർ ഒരു കടൽ തീരത്തിലൂടെ അലസഗമനം നടത്തുകയാണ്. നഗ്നരായി കുളിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അവിടെ കാണാം. അവിടെ ഒരു മധുരോത്സവത്തിന് ക്ഷണിക്കുന്നുണ്ട്. ബാർബറ എന്ന ഒരു സ്ത്രീ യാനെ വിളിക്കുന്നു. യാൻ അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറാകുകയാണ് അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് വേണ്ടി. ഈ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള കടൽ തീരത്തെ ആ ഒരു മധുരോത്സവം അയാളെ ആകർഷിക്കുന്നേയില്ല. അയാളപ്പോൾ വിഷം നിറച്ച ചേംബറിൽ, ആ ഗ്യാസ് ചേംബറിലൂടെ ജൂതന്മാരെ കടത്തിവിടുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒരുപക്ഷെ വരാൻ പോകുന്ന അത് പണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ക്രൂര സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇപ്പോൾ കാണുന്ന പുതിയ സംസ്കാരത്തിൻ്റെ പ്രതീകത്തെ, അതിൻ്റെ ബിംബത്തെ പുച്ഛിക്കാനാണ് അയാൾക്ക് തോന്നിയത്. കുന്ദേര വളരെ വ്യത്യസ്തമായിട്ടുള്ള രചനാ രീതികൾ ഈ നോവലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ രതി ഒരു പ്രമേയ ഘടനയെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമായിട്ട് നിക്കിളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടല്ല, ഒരു രചനാരീതിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ നോവലിൽ പല ആഖ്യാനങ്ങൾ, പല സാഹിത്യ രൂപങ്ങൾ സമ്മേളിക്കുന്നതായിട്ട് കാണാം. ഭ്രമകൽപ്പനയുണ്ട്, അന്യാപദേശമുണ്ട്, ആത്മകഥയുണ്ട്, അതുപോലെ നോവലിസ്റ്റ് തന്നെ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ചെറിയ ചെറിയ ആഖ്യാനങ്ങൾ ഇതിൻ്റെ സവിശേഷതയാണ്. 7 കഥകളാണ് കുന്ദേര ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. 7നെയും യോജിപ്പിക്കുന്ന ഒരു പ്രമേയമുണ്ട്. അത് ചെക്ക് അനുഭവമാണ്. ഓർമ്മകളെ പുനരാനയിക്കുവാൻ, ഓർമ്മകൾ മാഞ്ഞു പോകാതിരിക്കാൻ, ഭൂതകാലത്തെ തുടച്ചു മാറ്റാതിരിക്കുവാൻ, ഭൂതകാലത്തെ തിരുത്തി എഴുതാതിരിക്കുവാൻ ഒരു ജനത നടത്തുന്ന പരിശ്രമങ്ങൾ, അവരുടെ ജീവിതാവസ്ഥ, ഇതൊക്കെ ആണ് കുന്ദേര അവതരിപ്പിക്കുന്നത്. അനന്യമായ രീതിയിൽ, മറ്റാർക്കും കഴിയാത്ത രീതിയിൽ, അന്യാദൃശ്യമായ രീതിയിൽ, ഒരുപക്ഷെ മറ്റാർക്കും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ചരിത്രവും രാഷ്ട്രീയവും മനുഷ്യാവസ്ഥയും ഒക്കെ കെട്ടുപിണഞ്ഞ് ഈ നോവലിനെ ദുർഗ്രഹവും സങ്കീർണവുമാക്കുന്നു. വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾക്ക്, പാരായണങ്ങൾക്ക് വിധേയമാക്കത്തക്ക രീതിയിൽ നമ്മുടെ അഭിരുചികളെയും ഭാവുകത്വത്തെയും നവീകരിച്ചു കൊണ്ടിരിക്കുന്നു.